ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീട്ടിൽ നമ്മൾ നിത്യവും തയ്യാറാക്കുന്ന ഒന്നാണ് ചപ്പാത്തി. ഈ ഒരു ചപ്പാത്തിയെ തയ്യാറാക്കണമെങ്കിലോ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. മാവിനെ സോഫ്റ്റ് ആകുന്നവരെയും കുഴച്ചെടുത്ത് പിന്നെ അത് പരത്തിയെടുത്ത് അപ്പോൾ തന്നെ എത്ര സമയമാണ് നമ്മൾ അതിനു വേണ്ടി ചെലവാക്കുന്നത്. ഇതൊന്നും ചെയ്യാതെ തന്നെ വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പാചക രീതിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. രാവിലെ എഴുന്നേറ്റാല് എന്ത് തയ്യാറാക്കി എടുക്കണം എന്ന് ആലോചിച്ച് നിൽക്കുന്ന വീട്ടമ്മമാർക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗോതമ്പ് ക്രിസ്പി ദോശയും സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു പനീർ മസാലയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പനീർ മസാലയുടെ പാചകം റെസ്റ്റോറൻറ്റിൽ നിന്നും നമ്മൾ കഴിക്കുന്ന അതേ ഒരു രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കാണിച്ചു തന്നിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ 2 റെസിപ്പികളും എൻ്റെ കൂട്ടുകാർക്ക് വളരെ പ്രയോജനകരമാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വേണേ കൂട്ടുകാരെ കണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. പനീർ മസാല തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് 200 ഗ്രാം അളവുള്ള 2 പാക്കറ്റ് പനീറാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പനീറിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കണം. പനീറിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഈ പനീറിനെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റേണ്ടതാണ്. ഓയിലിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയുടെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പനീറാണ് ചേർക്കേണ്ടത്. പനീറിനെ എണ്ണയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് വിടർത്തിയും കൂടി ഇട്ട് കൊടുക്കണം. ഓരോന്നും മുട്ടാതെ വേണം നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പനീറിനെ ഞാനിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഞാനിവിടെ പനീറിനെ എല്ലാം എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതേ എണ്ണയിലേക്ക് 2 ബേ ലീഫ് കീറിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 കഷ്ണം കറുവപ്പട്ട, ഒരു 3 ഏലക്ക, ഏലക്കയുടെ കൂടെ തന്നെ ഒരു 5 കറിയാമ്പ് കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു 3 സവാള ഒന്ന് പൊടിയായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. സവാളയും ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കണം. ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുവാണ്. സവാള ഇപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തത് ചേർക്കാം. പച്ചമുളക് കൂടി ചേർത്ത് ഇതിനെ ഒന്നുകൂടെ കൂട്ടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ കൂടെ എടുത്തു വയ്ക്കാം. ഞാനിവിടെ 1/2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി. ഇനി വേണ്ടത് 2 തക്കാളിയും ഒരു 15ഓളം കാഷ്യൂസ് നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. കാഷ്യൂസിനെ നമുക്കൊന്ന് അരച്ച് വെക്കാം. അതുപോലെ തക്കാളിയെ നമുക്കൊന്ന് ചോപ്പറിലിട്ട് പൊടിയായി കട്ട് ചെയ്തുകൂടെ വെക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ കൂടെ ചേർക്കാവുന്നതാണ്. ഇനി പൊടികളും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. മസാലകൾ കരിഞ്ഞു പോവാതിരിക്കാനും വേണ്ടിയിട്ട് ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇതിനെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. 1 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ പൊടികളെല്ലാം നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച തക്കാളിയെ പൊടിയായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളിയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ശേഷം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാനും വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് നേരം മൂടി വെച്ച മസാലയെ തുറന്ന് നോക്കിയതിന് ശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളം കൂടി ചേർത്ത് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മുടെ മസാലകളുടെ കുത്തലെല്ലാം ഒന്ന് ഒഴിവാകാനും വേണ്ടിയിട്ട് ഒന്നുകൂടെ മൂടി വയ്ക്കുവാണ്. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് ഉപ്പിട്ട് പുഴുങ്ങി നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു.
അതുകൂടെ നമ്മുടെ ഗ്രേവിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ പീസിനെ ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഗ്രീൻ പീസ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ കറി നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയാണ് ഇരിക്കുന്നത്. നമ്മുടെ കറി നല്ലവണ്ണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള പനീറാണ് ചേർക്കുന്നത്. പനീർ കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുവാണ്. അതിനുശേഷം നമുക്കിതിനെ ഒന്നുകൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കണം. അങ്ങനെ ചെയ്യുന്നത് മസാലകളെല്ലാം നല്ലവണ്ണം പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ കറിയുടെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് പാലിൽ നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള കാഷ്യൂസിനെ ഒന്ന് അരച്ചെടുക്കണം. കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടെ നമുക്ക് ചേർക്കാം. മല്ലിയിലയും കട്ട് ചെയ്തത് ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള കാഷ്യൂസിനെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കാഷ്യൂസ് പേസ്റ്റ് കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കറി നല്ലതുപോലെ ചൂടായി ഒന്ന് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി തിളച്ച് നല്ലവണ്ണം പാകമായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സൈഡായിട്ടുള്ള നല്ല ഗോതമ്പ് ദോശ കൂടെ തയ്യാറാക്കാം. നമ്മുടെ കറി ഇതേ ഒരു രീതിയിലാണ് ആയി കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് വെക്കാം. ബൗളിലേക്ക് 1.5 കപ്പ് അളവിലാണ് ഗോതമ്പ് പൊടിയെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഗോതമ്പ് പൊടിയുടെ കൂടെ തന്നെ 1/2 കപ്പ് റവ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യമായ 1/2 സ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. പഞ്ചസാര കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ കൂടെ ചേർക്കാം. തേങ്ങയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഈ ഗോതമ്പ് പൊടിയിലേക്ക് 1/2 കപ്പ് റവ ചേർത്തിട്ടുള്ളത് നമ്മുടെ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതിനെ ഒരു മിക്സിയിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. മിക്സിയിൽ ഇട്ട് കൊടുത്ത് നല്ല വെണ്ണ പോലെ തന്നെ ഒന്ന് അരച്ചുകൂടി എടുക്കണം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ പൊടിയെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മാവിനെ പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നല്ലതുപോലെ ഇളക്കിയൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി മാറ്റി വയ്ക്കാം. നമ്മളിതിലേക്ക് 1/2 കപ്പ് റവ ചേർത്തിട്ടുള്ളത് കൊണ്ട് നമ്മുടെ മാവ് ഒന്ന് കട്ടിയായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ 5 മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി മാറ്റി വയ്ക്കുന്നത്. 5 മിനിറ്റിന് ശേഷം നമ്മുടെ പൊടിയെ ഒന്ന് തുറന്ന് നോക്കുവാണ്. നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. നമുക്ക് ദോശ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ചൂടായ പാനിലേക്ക് ഓരോ തവി മാവിനെയും ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുവാണ്. നല്ല നൈസായിട്ട് തന്നെയാണ് നമുക്കിവിടെ പരത്തിയെടുക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വശം പാകമായി വന്നിട്ടുണ്ട്. ഞാനിതിനെ ഒന്ന് മറിച്ചുകൂടെ ഇട്ട് കൊടുക്കുവാണ്. 2 വശവും ഒന്ന് പാകമായി വന്നാൽ നമുക്കിതിനെ പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. എല്ലാ ഭാഗവും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിനായിട്ട് ഞാനിതുപോലെ ഒന്ന് പ്രസ് ചെയ്തുകൂടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനെ എടുത്ത് മാറ്റുവാണ്. അതിനുശേഷം നമുക്ക് അടുത്തതും വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കണം. അടുത്ത ദോശയും പാനിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ദോശയും ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ്. നമ്മുടെ ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ ചുട്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ദോശയും ഒന്ന് വേവിച്ച് മാറ്റാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ദോശ ഞാനിവിടെ എല്ലാം വേവിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എത്ര എളുപ്പത്തിലാണ് കൂട്ടുകാരെ നല്ല ക്രിസ്പി ഗോതമ്പ് ദോശയും സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു പനീർ മസാല കറിയും തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പിയെ ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. വളരെ സോഫ്റ്റാണ്, അതുപോലെ നല്ല ക്രിസ്പി ദോശയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ ചപ്പാത്തിയൊക്കെ കുഴക്കാനായിട്ട് നിങ്ങൾക്ക് മടി തോന്നുന്ന സമയങ്ങൾ ഇതുപോലൊരു നല്ലൊരു ഗോതമ്പ് ദോശയെ നിങ്ങൾ തയ്യാറാക്കി എടുക്കാൻ മറക്കല്ലേ. അത്രയും ടേസ്റ്റാണ്. ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കൂ. അത്രയും സ്വാദൂർന്ന റെസിപ്പിയാണ്. ഈ ഒരു കറിയെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. ഇപ്പോൾ ഇറച്ചിയും മീനൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോയും കണ്ട് എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായി എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിലെ നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ്.
ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെയും ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.